ഭാരതീയം ട്രസ്റ്റ് ക്രിസ്മസ് കാരുണ്യ സംഗമം നടത്തി. പൂജപ്പുര സ്ത്രീകളുടെ വൃദ്ധസദനത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. 500 പേരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. ഭാരതീയം ട്രസ്റ്റ് ചെയർമാൻ കരമനജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ വാസ്തുവിദ്യാ ഗുരുകുലം ചെയർമാൻ പത്മശ്രീ ജി ശങ്കർ, കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാം, സംഗീതജ്ഞൻ വാഴമുട്ടം ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൗജന്യ ഡയാലിസിസ് കാർഡ്, പെൻഷൻ, ചികിത്സാ സഹായം എന്നിവ വിതരണം ചെയ്തു. പിന്നെ അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ രാജ്യം ആണ്, എൻ്റെ മാതൃഭൂമി ആണ്. പിന്നെ മാതൃഭാഷ, ഞാൻ ജനിച്ച നാളുകൊണ്ട് സംസാരിക്കുന്ന ഭാഷ, എൻ്റെ ഭാഷ, അതെൻ്റെ അമ്മയാണ്. ഒരമ്മ കൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു വലിയ മഹാത്മാവ്, ഈശ്വരൻ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. നമുക്കറിയാം, പലർക്കും അമ്മയും അച്ഛനും ഒക്കെ ഭാരമായി തീരുന്ന വർത്തമാന കാലത്ത് ഇങ്ങനെയുള്ള മഹത്തായ ഓർമ്മകൾ അനുഗ്രഹപ്രദമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, മനസ്സിൽ ആരാധിക്കുന്ന ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ എന്നെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 2 അമ്മമാരുണ്ട് എന്നുള്ളത്. എനിക്ക് ഭഗവാനുള്ള ഏറ്റവും വലിയ എൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 അമ്മമാരെ ഒപ്പം മനസ്സിൽ ധ്യാനിക്കാൻ കഴിയുന്ന ഒരു മകന്റെ ഭാഗ്യം ഞാൻ കുട്ടിക്കാലം തൊട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്കുണ്ട് 2 അമ്മമാർ. വിനയപൂർവ്വം ഞാൻ പറയുകയാണ്. ഒന്ന് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ 17 വയസ്സേ പ്രായപൂർത്തിയായിട്ടില്ല. കാരണം അച്ഛൻ കൊച്ചുനാളില് പിതാവ് മരിച്ച് ഏറെക്കുറെ അനാഥാവസ്ഥയിലായിരുന്നത് കൊണ്ട് അച്ഛൻ്റെ അമ്മ ഈ മകനെ 20-21 വയസ്സ് പ്രായമായപ്പോഴേക്ക് കല്യാണം കഴിപ്പിച്ചു. എൻ്റെ അമ്മയ്ക്ക് അന്ന് 15 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാനുണ്ടായി എന്നാണ് കേട്ടിട്ടുള്ളത്. ആ അമ്മയുടെ മകനാണ് എന്നെ പ്രസവിച്ച അമ്മ. പക്ഷെ പ്രസവിച്ചത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മടിയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ 1.5 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ എനിക്ക് 20 വയസ്സ് പ്രായമുള്ള ഘട്ടത്തിൽ ഭർത്താവ് മരിച്ച് വിധവയായി തീർന്ന് ഈ മകനെ കിട്ടിയ ഒരു ഭാഗ്യവതിയോ നിർഭാഗ്യവതിയോ എന്താ പറയണമെന്ന് എനിക്കറിയില്ല, ആളാണ് എൻ്റെ മുത്തശ്ശി. ആ മുത്തശ്ശിയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് ആ അമ്മയുടെ മടിയിൽ കിടന്ന് ആ ലാളന അനുഭവിച്ച് വളർന്ന ഒരു മകനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്ക് മുതിർന്ന അമ്മമാരെ എല്ലാം എൻ്റെ സ്വന്തം അമ്മയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ ക്രിസ്മസിന്റെ സമയത്ത് അവരുടെ പ്രത്യേകമായി നമ്മളോട് ഒരുമിച്ച് ചെയ്യുന്നത് യേശു തമ്പുരാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു, യേശു ദേവൻ എന്ന് ഞാൻ പറയട്ടെ. ഞാൻ യേശുദേവൻ എന്നേ പറയൂ. അത് പറയുമ്പോൾ പലരും മുഖം ചുളിക്കും. കാരണം ദേവൻ ഞാൻ യേശുദേവൻ എന്നാണ് പറയുക. കാരണം കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകം KP കേശവമേനോന്റെ യേശുവിനെ കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ ദൈവ മനുഷ്യനായിട്ട് അവതരിച്ചു. അതുകൊണ്ടിരിക്കട്ടെ, ഏറ്റവും ലോകത്ത് ജീവിച്ച നല്ല മനുഷ്യരിൽ മറ്റുള്ളവരെ സ്നേഹിച്ച, എല്ലാവർക്കും നന്മ ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിച്ച മഹാത്മാവാണ് യേശുദേവൻ എന്നാണ്. ക്രിസ്മസ് സന്ദേശമായിട്ട് ഈ ലോകം മുഴുവൻ ആചരിക്കുന്നത് പുൽക്കൂടുകൾ പണിയണം എന്നുള്ളതാണ്. അതിനെപ്പറ്റി സാറ് പറഞ്ഞു. ഒരു പുൽത്തട്ടി ജനിച്ച നമ്മുടെ ലോക ചരിത്രത്തെ 2ആയിട്ട് മാറ്റിയ ഒരു മഹാപുരുഷന്റെ തിരുജനനം 2 ദിവസം കഴിഞ്ഞ് 2025 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു യുഗപുരുഷന്റെ ജന്മനാൾ 2 ദിവസം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ആഘോഷിക്കുകയാണ്. ഭാരതീയം ട്രസ്റ്റിന്റെ ക്രിസ്മസ് പരിപാടി, കാരുണ്യ പരിപാടി, അമ്മമാർക്കായുള്ള പരിപാടി. അമ്മമാരിലാണ് ഞാൻ പറയുന്നത്. അമ്മമാരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു അമ്മമാരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാർ, ഞാനിപ്പോൾ ഓർക്കുന്നു, 2011 കൊല്ലം ജില്ലയിൽ ഒരു വില്ലേജിൽ ജനിച്ച, ചടയമംഗലത്തെ ഒരു വില്ലേജിൽ ജനിച്ച ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി, അസോസിയേറ്റ് പ്രൊഫസറായി, വൈസ് ചാൻസലറായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത സമയം ഒരു പത്രപ്രവർത്തകൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചേർന്നിരുന്ന് ഒരു ചോദ്യം ചോദിച്ചു.
ഗ്രാമം, അവിടെ നിന്ന് സാർ ഇവിടം വരെ എത്തി. അതിന് ഉത്തരവാദിയായ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയമില്ലാതെ ഞാൻ പറഞ്ഞു, ഒരുപാട് പറയാമെങ്കിൽ ഏറ്റവും മുന്നിൽ നിർത്തി ഒരാളെ പറയാൻ ഒറ്റ ആളേ ഉള്ളൂ, അതെന്റെ ഉമ്മയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ും